ഹലോ സ്റ്റുഡൻസ്, അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ രാജ ഓർ വിദ്രോഹിയാണ്. അപ്പൊ ആദ്യം തന്നെ പറയുകയാണ്, ഈ ഒരു ചാപ്റ്റർ നമ്മളുടെ ചാനലിലെ 2 പാർട്ടായിട്ടാണ് കിടക്കുന്നത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അദ്ദേഹം ഇത് ആദ്യം ഇംഗ്ലീഷിലും അതിനുശേഷം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അമർ ഗോസ്വാമി ആണ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജൻ രാജാവാണ്, ജിതേൻ മന്ത്രിയാണ്, ഉപേൻ ന്യായാധീഷ് അല്ലെങ്കിൽ ജഡ്ജാണ്, ഹേം ആണ് വിദ്രോഹി അല്ലെങ്കിൽ വിപ്ലവകാരി, റിബൽ എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ സേനാപതി അതായത് സൈന്യാധിപൻ, പിന്നെ സൈനിക കുറച്ച് സൈനികർ, കുറച്ച് ജനത കുറച്ച് ജനങ്ങൾ, പിന്നെ മതി. ഇത്രയുമാണ് ഈ നാടകത്തിലെ ക്യാരക്ടേഴ്സ്. അപ്പൊ ഇനി നമുക്ക് പെഹല ദൃശ്യ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഈ നാടകത്തിന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് പാർട്ടിൽ വരാണ് രാജൻ. മേ തും ലോഗോം കാ രാജാ ഹും. രാജൻ ഇവിടെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും രാജാവാണെന്ന് പറയുന്നുണ്ട്. ഹേം തും രാജ മഗർ ക്യോं. അപ്പൊ ഹേം ചോദിക്കുന്നുണ്ട് നീ രാജാവോ, എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാജൻ ക്യോंकि मैं तुम सबसे बड़ा हूं. അപ്പൊ രാജൻ അതിന് ഉത്തരം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെക്കാൾ എല്ലാവരും വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ രാജാവായിരിക്കുന്നത്. അപ്പൊ ഹേം ചോദിക്കുന്നുണ്ട് मगर सिर्फ इसी बात से साबित नहीं होती कि सबसे बलवान हो. നീ ഞങ്ങളെക്കാളെല്ലാം നീ വലുതാണെന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു, പക്ഷേ അതിൽ നിന്നും ഒരു കാര്യം സ്ഥാപിതമല്ല. കാരണം നീ ഞങ്ങളെക്കാളെല്ലാം ബലവാനാണ് അല്ലെങ്കിൽ ശക്തിമാനാണ് എന്നുള്ള കാര്യം സ്ഥാപിതമല്ല എന്നിവിടെ ഹേം പറയുന്നുണ്ട്. അപ്പൊ രാജൻ പറയുന്നുണ്ട് ക്യാ മേരി താക്കത്ത് സബ്സെ ജ്യാദാ നഹീ ഹെ. അപ്പൊ രാജൻ ചോദിക്കുന്നുണ്ട് എന്റെ ശക്തി എല്ലാവരെക്കാളും കൂടുതലാണോ. ചലോ ലഡ്ലേം, വരൂ നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഹേം. അപ്പൊ ടീക് ഹേ എന്നും പറയുന്നുണ്ട്, ശരി എന്നും പറയുന്നുണ്ട്. രാജൻ മേൻ തുമാര ജബട തോർദൂങ്ക. അപ്പൊ രാജൻ ഇവിടെ പറയുന്നുണ്ട് ഞാൻ നിന്റെ താടിയല്ല തകർക്കും എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ ഹേം പറയുന്നുണ്ട് തുമാരി നാക്ക് കാ ഭർത്ത ബനാദൂങ്ക. അതായത് നിന്റെ മൂക്ക് നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക് ഇടിച്ച് ചമ്മന്തിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രാജൻ വീണ്ടും പറയുന്നുണ്ട് തുമാരി ബത്തീസി തോന്നുകി. അതായത് ബത്തീസി എന്ന് പറഞ്ഞാൽ 32 പല്ലും താഴെയിടും എന്നാണ് ഇവിടെ പറയുന്നത്. മതി ഓർ യഹ് ക്യാ തും ലോഗ് ഇസ് തരഹ് ജഗഡ ക്യോം കർ രഹേ ഹോ. അപ്പോഴാണ് മതി അവിടെ പ്രവേശിക്കുന്നത്. മതി ചോദിക്കുന്നുണ്ട് ഇതെന്താണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ തല്ലുപിടിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹേം അതിന് ഉത്തരം പറയുന്നുണ്ട് രാജൻ കഹത്തേക്ക് വ രാജ ബനേഗ. രാജൻ പറയുന്നു അവൻ രാജാവാകുമെന്ന് പറയുന്നു. വഹ് ഖുദ് കോ സബ്സെ ബൽവാൻ മാനത്ത ഹെ. അവൻ സ്വയം തന്നെ എല്ലാവരെയും ബലവാനാണെന്ന് അവൻ വിചാരിക്കുന്നു. മഗർ മേ ഏസാ നഹീ സമജ്താ. പക്ഷെ എനിക്കത് തോന്നുന്നില്ല എന്ന് ഹേം പറയുന്നുണ്ട്. അപ്പൊ മതി ഇവിടെ പറയുന്നുണ്ട് വ സിർഫ് ഖേൽ ഹേ രാജൻ കെ രാജ ബനാനെ മേ ക്യാ ഹർസ് ഹെ. അതായത് ഇതൊരു ഗെയിം മാത്രമാണ്. രാജൻ രാജാവാകുന്നതിൽ എന്താണൊരു കുഴപ്പം. ബാദ് മേ തുമാരെ ബി രാജാ ബന്നെ കാ ഭാര്യയാക. കാരണം ഇതിനു ശേഷം നിനക്കും വേണമെങ്കിൽ അടുത്ത കളിയിൽ രാജാവാകാം. ജയ് മഹാരാജ് രാജേന്ദ്ര കി ജയ്. അവൻ പറയുന്നുണ്ട് മതി പറയുന്നുണ്ട് മഹാരാജാവ് രാജേന്ദ്രന് ജയിക്കട്ടെ എന്ന് അവൻ പറയുന്നുണ്ട്. ആ ബത്തായെ ആ മന്ത്രി കിസെ ബൻ രഹാ ഹെ. അപ്പോ അതിനുശേഷം മതി രാജനോട് ചോദിക്കുന്നുണ്ട് ആരാണ് മന്ത്രിയാകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ രാജൻ അതിന് ഉത്തരം പറയുന്നുണ്ട് ജിതേൻ കോ മേ അപ്ന മന്ത്രി ബനാവുക. അപ്പൊ രാജൻ പറയുന്നുണ്ട് ജിതേനെ ഞാൻ എന്റെ മന്ത്രിയാക്കും. ഓർ അപ്പൊ മതി ചോദിക്കുന്നുണ്ട് ഓർ സേനാപതി രാജൻ തും ബനയോഗ്യ. അപ്പൊ മതി ചോദിക്കുന്നുണ്ട് സേനാപതി ആരെയാണ് ആക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം രാജൻ പറയുന്നുണ്ട് നീ തന്നെ ആയിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മതി വീണ്ടും ചോദിക്കുന്നുണ്ട് ഓർ ന്യായാധീഷ് കോൺ ബനേക. അപ്പൊ മതി ചോദിക്കുന്നത് ജഡ്ജ് അല്ലെങ്കിൽ ന്യായാധിപൻ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ രാജൻ അതിനുള്ള ക്യാരക്ടറേയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇസ്കേലിയെ ഉപേൻ അപ്ന ഉപേൻ ഹെ. അപ്പോ ഇതിനു വേണ്ടിയിട്ട് ന്യായാധീഷ് നമുക്ക് ഉപേനെ ആക്കാം എന്ന് പറയുന്നുണ്ട്. മതി
ഓർ ബാക്കി ബച്ചേ ലड़के അപ്പൊ ബാക്കിയുള്ള ആൺകുട്ടികളോ? അപ്പൊ രാജൻ അതിന് ഉത്തരം പറയുന്നുണ്ട്, വേ സബി സൈനിക് ബനേക, അവരെല്ലാവരും തന്നെ നമുക്ക് സൈനികരാക്കാം. മതി, ठीक है खेल शुरू हो. सैनिक लोग तुम सब कतार में खड़े हो जाओ, महाराज को सलाम करो. കഹോ മഹാരാജ് രാജേന്ദ്രക്ക് ജയ് ഹോ. അപ്പൊ മതി, വേഗം പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സൈനികരായിട്ടുള്ള എല്ലാ കുട്ടികളെയും വിളിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു റോ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. മഹാരാജിന് സലാം കൊടുക്കണമെന്നും കഹോ മഹാരാജ് രാജേന്ദ്രക്ക് ജയ്, അതിനുശേഷം മഹാരാജ് രാജേന്ദ്രക്ക് ജയ് എന്നും പറയണമെന്ന് അവരോട് പറയുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് പാർട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാജാവ് ഇവിടെ പറയുന്നുണ്ട്, സേനാപതി തുംസെ മേ കാഫി നാരാസു, സേനാപതി താങ്കളിൽ ഞാൻ തീരെ അതൃപ്തനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ സേനാപതി ഇവിടെ ചോദിക്കുന്നുണ്ട്, ഏസെ ക്യാ ഗൽത്തി ഹുയി മഹാരാജ്, എന്നിൽ നിന്നും എന്ത് തെറ്റാണ് ഉണ്ടായത് മഹാരാജൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ രാജാവ് ഉത്തരം പറയുന്നുണ്ട്, തുംനെ കിസി ബാത് കാ ജോഷ് നഹി രഹ, അതായത് നീ ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും തന്നെ പാലിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ജോഷ് നഹി രഹ, അതായത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എന്നും വേണമെങ്കിൽ പറയാം. സേനാപതി, ആജ്ഞാ ദീജിയെ മഹാരാജ്, മേരെ ലിയെ ആപ്കെ ഇച്ഛ ഹി സബ് കുച്ച് ഹെ. അപ്പോ സേനാപതി ഇവിടെ പറയുന്നുണ്ട്, ആജ്ഞാപിച്ചാലും മഹാരാജൻ, എനിക്ക് താങ്കൾ പറയുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നുണ്ട്, അതിനാണ് ഞാൻ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാജാവ് പറയുന്നുണ്ട്, സേനാപതി ബന്നെ കെ ബാദ് സെ അഭി തക് തുമ്നെ കിസി ലഡായിക്ക് തയ്യാറി നഹി കി ഹെ, അതായത് രാജാവ് ഇവിടെ പറയുന്നുണ്ട്, സേനാപതി ആയതിനു ശേഷം നീ ഇതുവരെ ഒരു യുദ്ധത്തിന്റെ പോലും നീ തയ്യാറായിട്ടില്ല എന്ന് രാജാവ് പറയുന്നുണ്ട്. സേനാപതി, മഹാരാജ് കിസ്സെ ലഡു, കോയി ദുഷ്മൻ തോ ഹേ ഹി നഹി. അപ്പോ മഹാരാജാവിനോട് സേനാപതി പറയുന്നുണ്ട്, ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് മഹാരാജൻ, ഒരു ശത്രു പോലും നമുക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാജാവ് പറയുന്നുണ്ട്, ദുഷ്മൻ നഹി ഹേ തോ ഫിർ ദുഷ്മൻ ബനാവോ. അപ്പോ രാജാവ് പറയുന്നുണ്ട്, ശത്രു ഇല്ല എന്നുണ്ടെങ്കിൽ ശത്രുവിനെ സൃഷ്ടിക്കണം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ശത്രുവിനെ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. തുമേ ഗജാനെ സെ അച്ഛേ ഖാസെ പേസെ മിൽത്തെ ഹെ, നിനക്ക് ഖജനാവിൽ നിന്നും നല്ലൊരു തുക ശമ്പളമായി കിട്ടുന്നുണ്ട്. ഓർ തുമാരെ സൈനിക് ഖാലി ബേട്ടെ ബേട്ടെ ഉക്തേ രഹേ ഹെ, അതുപോലെ തന്നെ നിന്റെ സൈനികരെല്ലാം തന്നെ വെറുതെ ഇരുന്ന് അവർ മടുപ്പ് പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്നു. അഗർ बाहरी दुश्मन उन्हें न मिले तो किसी दिन वे मुझ पर ही हमला करने आ जाएंगी. അപ്പോ പറയുന്നുണ്ട്, അവർക്ക് പുറത്തു നിന്ന് ഒരു ശത്രുവിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ അവർ എന്നെ തന്നെ ശത്രുവായി കണ്ട് എന്നെ ആക്രമിക്കും, അത് തീർച്ചയാണ് എന്ന് പറയുന്നുണ്ട്. സൈനികോ, അപ്പോ ഒരു സൈനികൻ പറയുന്നുണ്ട്, ആജ്ഞാ ദീജിയ മഹാരാജ്. അപ്പോ സൈനികോ എന്ന് മഹാരാജാവ് വിളിച്ചപ്പോൾ ഒരു സൈനികൻ വന്ന് പറയുന്നുണ്ട്, ആജ്ഞ തരൂ മഹാരാജൻ എന്ന് പറയുന്നുണ്ട്. രാജ, അഗർ തുമേ ലഡായി കരനെ പഴയ തോ കേസേ ലഡോगे. അപ്പൊ രാജാവ് ആ സൈനികനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഏതെങ്കിലും ഒരു ദിവസം ആരോടെങ്കിലും ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നാൽ നീ എന്ത് ചെയ്യും? അപ്പൊ ബാക്കിയുള്ള സൈനികരെല്ലാവരും, ലഡായി യുദ്ധമോ, ഫിർ തോ ബഡാ മജ ആയെങ്കെ, എങ്കിൽ നല്ല രസമായിരിക്കും എന്നവർ പറയുന്നുണ്ട്. രാജ, ठीक कहो മസേ കി ബാത് ഹി ഹെ. സേനാപതി, ശരിയാണ്, അത് നല്ല രസമുള്ള കാര്യമായിരിക്കും സേനാപതി എന്നിവിടെ പറയുന്നുണ്ട്. സേനാപതി, ആദേശ് ദീജിയെ മഹാരാജ്, നിർദ്ദേശം തന്നാലും മഹാരാജൻ. അപ്പൊ രാജ, കോയി ദുഷ്മൻ ഢൂണ്ട് നിക്കാലോ, ഉസ്കെ ബാദ് ഹി ലഡായി ശുരു ഹോഗ. അതായത് ഏതെങ്കിലും ഒരു ശത്രുവിനെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്, അതിനുശേഷം യുദ്ധം തുടങ്ങാമെന്നും പറയുന്നുണ്ട്. രാജാ കാ പ്രസ്ഥാൻ ഹേം ഓർ ജനതാ കാ പ്രവേശ്. അപ്പൊ ഹേമും ജനതയും അതാ പ്രവേശിക്കുകയാണ്. സേനാപതി, സാഥിയോ ക്യോ തുമ്നെ
से कोई ऐसा है जो महाराज से लड़ने के लिए राजी हो. അപ്പോ സേനാപതി ഇവിടെ അവിടെ കൂടിയിരിക്കുന്ന ജനതകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും മഹാരാജാവിനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ജനത ഉത്തരം പറയുന്നുണ്ട്, ജി നെഹി, അല്ല എന്ന് ഉത്തരം പറയുന്നുണ്ട്. സേനാപതി, ക്യാ ഏക് ബി നെഹി, എന്ത് ഒരാൾ പോലും ഇല്ലേ എന്ന് സേനാപതി ചോദിക്കുന്നുണ്ട്. അപ്പൊ ജനത അതിന് ഉത്തരം പറയുന്നുണ്ട്, ഹം കിസി സെ ഡർത്താ നെഹി ലേക്കിൻ ഹം മഹാരാജ് സെ ലഡ്ന നെഹി ചാത്തെ. അപ്പോ ജനത ഉത്തരം പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് മഹാരാജനുമായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹമില്ല എന്നും പറയുന്നുണ്ട്. അപ്പോ സേനാപതി, മഗർ ഹേം തുമ്നെ മഹാരാജ് കാ അപമാൻ കിയാ ഹൈ തോ ഫിർ തുമാരെ സാത്ത് ഹി ലഡായി ഹോ. അപ്പോ സേനാപതി ഇവിടെ പറയുന്നുണ്ട്, പക്ഷേ ഹേം, നീ മഹാരാജനെ അപമാനിച്ചു, അതുകൊണ്ട് തന്നെ ഫിർ തുമാരെ സാത്ത് ഹി ലഡായി ഹോക, അതുകൊണ്ട് തന്നെ നീയുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഹേം അപ്പൊ ഉത്തരം പറയുന്നുണ്ട്, മഗർ മേനെ കിസ് തരഹ് മഹാരാജ് കാ അപമാൻ കിയ. അപ്പൊ ഹേം ഇവിടെ ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് മഹാരാജാവിനെ അപമാനിച്ചത്? അപ്പൊ സേനാപതി അതിന് ഉത്തരം പറയുന്നുണ്ട്, ഹമാരെ മഹാരാജ് ജബ് തുമാരാ മക്കാൻ കെ സാമനെ സെ ഗുസർ രഹേ തേ. അതായത് ഞങ്ങളുടെ മഹാരാജാവ് നിന്റെ വീടിന്റെ അടുത്തുകൂടി നടക്കുകയായിരുന്നു. ഉസ് വക്ത് തും കിടക്കേ के पास खड़े होकर जंबाई ले रहा था. ആ സമയത്ത് നീ ജനലിന്റെ അടുത്ത് വന്നു നിന്ന് യോൺ ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ കോട്ടുവായ ഇടുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ തീനോ സൈനിക, അപ്പൊ 3 സൈനികർ അവിടെ നിൽക്കുന്നുണ്ട്. ജംബായി ലേ രഹത്തെ ഹ ഹ ഹ. അപ്പൊ അവര് ചിരിക്കുന്നുണ്ട്, കോട്ടുവായ ഇടുകയായിരുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ജനത, ജംബായി ലേന തോ ഭയങ്കർ ബാധ. അപ്പൊ ജനത പറയുന്നുണ്ട്, കോട്ടുവായി ഇടുക എന്ന് പറയുന്നത് ഒരു വളരെ കുറ്റകരമായ ഒരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. ഇത്രയും സാഹസമോ, ഇസ് ബഡ അപമാൻ ഓർ ക്യാ ഹോഗ, ഇതിലും വലിയൊരു അപമാനം ഇനി ഉണ്ടാവാനുണ്ടോ എന്ന് ജനതകൾ സംസാരിക്കുന്നുണ്ട്. ഹേം, മഗർ രാജാ ബന്നെ കെ ബാദ് തോ മഹാരാജ് ഏക് ബാർ ഭി ഹമാരെ ഘർ കെ പാസെ നഹി ഗുസ്രേ ഹെ. അതായത് ഹേം അപ്പൊ പറയുന്നുണ്ട്, മഹാരാജനായതിനു ശേഷം ബന്നേക്കെ ബാദ് രാജാവായതിനു ശേഷം ഒരിക്കൽ പോലും എന്റെ വീടിന്റെ അടുത്തുകൂടി പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സേനാപതി ഇവിടെ ചോദിക്കുന്നുണ്ട്, മഗർ ഭയ്യ ക്യാ തും ദിൽ പർ ഹാത്ത് രഖ്കർ കഹ സക്തേ ഹോ കി തുമ്നെ കഭി ജംബായി നഹി ലി. പക്ഷേ നിങ്ങൾക്ക്, അപ്പൊ സേനാപതി ഇവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറയാമോ, നിന്റെ ഹൃദയത്തിൽ കൈവച്ച് നിനക്ക് പറയാമോ, നീ ഒരിക്കൽ പോലും കോട്ടുവായി ജീവിതത്തിൽ ഒരിക്കൽ പോലും കോട്ടുവായി ഇട്ടിട്ടില്ല എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഹേം അതിന് ഉത്തരം പറയുന്നുണ്ട്, തോ മുझे മാൻ ലേനാ ഹി പടേഗ, എങ്കിൽ എനിക്കത് സമ്മതിച്ച് തരേണ്ടതായി വരും. കി മേനെ ജറൂർ ജംബായി ലി ഹെ, ഞാൻ എന്തായാലും കോട്ടുവായി ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായും സമ്മതിക്കേണ്ടതായിട്ട് വരും. സേനാപതി, ഷബാഷ്. അപ്പൊ സേനാപതി ഷബാഷ് എന്ന് പറയുകയാണ്. അബ് തുമ്നെ ബഹാദുറോം കി ജേസെ ബാക്കി, ഇപ്പോഴാണ് നീ വീരന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ജനത, ഇസെ कहते हैं രാജാ കാ ഏകദം യോഗ്യ ശത്രു ടീക് ഹേന. അപ്പൊ ജനത പറയുന്നുണ്ട്, ഇതിനാണ് രാജാവിന് ഏറ്റവും യോഗ്യനായ ശത്രു എന്ന് പറയുന്നത്, ശരിയല്ലേ എന്ന് പറയുന്നുണ്ട് ജനത. സബി സൈനിക, എല്ലാ സൈനികരും, തുമ്നെ ലഡായി കർക്കെ ജറൂർ മസ ആയേഗ, നിന്നോട് യുദ്ധമുണ്ടാക്കിയാൽ ശരിക്കും ഞങ്ങൾക്ക് നല്ല രസമായിരിക്കും. അപ്പൊ സേനാപതി, ചലോ സൈനിക്കോ ഇസ് മഹാൻ യുദ്ധക്കെ ലിയെ തയ്യാർ ഹോ. അപ്പോ സൈനികരോട് സേനാപതി പറയുന്നുണ്ട്, ഈ മഹായുദ്ധത്തിനായി തയ്യാറെടുക്കാം എന്ന് പറയുന്നുണ്ട്. ജനത, ജയ് രാജാധിരാജ് രാജേന്ദ്ര കി ജയ്, ജയ് രാജേന്ദ്ര കി ജയ് എന്ന് അവർ പറഞ്ഞുകൊണ്ട് ആ രംഗം കഴിയുകയാണ്. तीसरा दृश्य,
മൂന്നാം ഭാഗമാണ് സേനാപതി കാ പ്രസ്ഥാൻ. സേനാപതി അവിടെ നിന്ന് പോകുന്നു. ന്യായാധീഷ് കാ പ്രവേശ്, അതേപോലെ ന്യായാധിപൻ അവിടേക്ക് പ്രവേശിക്കുന്നു. ജനത മാനനീയ ന്യായാധീഷ് മഹോദയ്, ബഹുമാനപ്പെട്ട ന്യായാധിപ എന്ന് ഇവിടെ ജനങ്ങൾ പറയുന്നുണ്ട്. ഹം ലോഗ് ജാനന ചാഹത്തെ ഹെ കി ഹേം കെ സാത്ത് മഹാരാജ് കി യഹ് ജോ ലഡായി ഹോ രഹി ഹെ വഹ് കഹാം തക് ഉചിത് ഹെ. അപ്പോൾ ഇവിടെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അതായത് ഹേമിനോട് മഹാരാജാവിന്റെ ഈ ഒരു പോരാട്ടത്തെ എത്രത്തോളം ന്യായീകരിക്കാനാകും എന്നതാണ് ജനത ഇവിടെ ന്യായാധിപനോട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ന്യായാധീഷ് ഉത്തരം പറയുന്നുണ്ട്, അരേ ജറാ ഇസ്കി ബാത് സുനോ, വേട്ടോ രാജാ ഹെ. രാജാവ് പറയുന്നത് കേൾക്കൂ, അദ്ദേഹം രാജാവാണ്, അതുകൊണ്ട് നമ്മൾ എല്ലാവരും തന്നെ രാജാവ് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കേണ്ടതാണ്. അപ്പൊ ജനത ചോദിക്കുന്നുണ്ട്, ഇസ്ലിയെ തോ വേ ന്യായധർമ്മ കെ പാലൻഹാർ ഹോങ്കെ. അതെ, അപ്പൊ ജനതകൾ തിരിച്ചും പറയുന്നുണ്ട്, ശരിയാണ്, താങ്കൾ പറയുന്നത് ശരിയാണ്, അദ്ദേഹം ന്യായത്തിന്റെയും ധർമ്മത്തിനെയും സംരക്ഷിക്കേണ്ട ആളാണ്, അതുകൊണ്ട് അദ്ദേഹം പറയുന്നതും കേൾക്കേണ്ടതാണ്. അപ്പൊ ന്യായാധീഷ് പറയുന്നുണ്ട്, ന്യായ് അന്യായത്തോ രാജാ ഹി ജാനത്തെ ഹെ. ന്യായവും അന്യായവും എന്താണെന്ന് രാജാവിനെ തന്നെ അറിയുകയുള്ളൂ. ഹം ലോഗ് ക്യാ കർ സക്തെ ഹെ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ജനത പറയുന്നുണ്ട്, ഹം സമജ്സേ ഹെ കി ജബ് തക് മഹാരാജ് ന്യായ് കി രാഹ് പർ ചലേംഗെ തബ് തക് വേ ഹം ലോഗോं के രാജ ബൻ രഹേംഗെ. അപ്പൊ ജനതകൾ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, ഞങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് മഹാരാജന് എത്ര നാളാണ് ന്യായത്തിന്റെ വഴിയിലൂടെ ചലിക്കുന്നത്, അത്രയും നാൾ അദ്ദേഹം ഞങ്ങളുടെ രാജാവായിരിക്കും എന്നിവിടെ ജനങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ന്യായാധീഷ് പറയുന്നുണ്ട്, ലേക്കിൻ രാജാ കി ഇച്ഛാ കെ സാമനെ ഹമേ സിർ ചുക്കാനാ ഹി പടേഗ. എന്തായാലും രാജാവിന്റെ ആഗ്രഹപ്രകാരം നമ്മൾ അത് അനുസരിക്കേണ്ടതായും നമ്മളുടെ തല താഴ്ത്തേണ്ടതായും വരും. അപ്പോൾ ജനത പറയുന്നുണ്ട്, അഗർ വഹ് ഇച്ഛ അന്യായ ഹോ അധർമ്മ ഹോ തബി. അപ്പൊ ജനതകൾ ഇവിടെ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്, രാജാവിന്റെ ആ ഒരു ആഗ്രഹം അന്യായവും അധർമ്മവുമാണെങ്കിൽ കൂടി നമ്മൾ അതനുസരിക്കണമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ന്യായാധീഷ് തബി, അതെ എന്ന് തന്നെ ഇവിടെ ന്യായാധിപനം പറയുന്നുണ്ട്. ജനത ക്യോം, എന്തുകൊണ്ട് എന്ന് ജനത ചോദിക്കുന്നുണ്ട്. ന്യായാധീഷ് അതിന് ഉത്തരം പറയുന്നുണ്ട്, ബഡേ ആശ്ചര്യ കെ ബാത് ഹെ जानते नहीं कि महाराज के पास काफी फौज की ताकत है. അപ്പോ ന്യായാധിപൻ ഇവിടെ ചോദിക്കുന്നുണ്ട്, വളരെ ആശ്ചര്യമായ കാര്യമാണ്, നിങ്ങൾക്ക് അറിയില്ലേ, ജാൻതേ നഹി, നിങ്ങൾക്ക് അറിയില്ലേ മഹാരാജാവിന്റെ കയ്യിൽ വളരെ വലിയ സൈന്യവും അതിന്റെ ശക്തിയുമുണ്ട്. ജനത മഹാരാജ് കോ അദാലത് മേ ബുലാനെ കാ ആദേശ് ദീജിയെ. അപ്പോ ജനത ഇവിടെ ന്യായാധിപനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്, മഹാരാജാവിനെയും ഈ കോർട്ടിലേക്ക്, അദാലത്തിലേക്ക് വിളിപ്പിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ന്യായാധീഷ് മഹാരാജ് കോ അദാലത് മേ ബുൽവാന പടേക, ഇന്ന് മഹാരാജാവിനെ ഈ കോർട്ടിലേക്ക് വിളിപ്പിക്കണമെന്നോ? അപ്പോൾ ജനത, अगर आप न्यायाधीश का कर्तव्य पालन नहीं कर सकते तो फिर आपका कोई फैसला हम नहीं मानेंगे. അപ്പോൾ ജനത ഇവിടെ പറയുന്നുണ്ട്, ന്യായാധിപനോട് ഇവിടെ പറയുകയാണ്, അഗർ ആപ് ന്യായാധീഷ് കാ കർത്തവ്യ, അതായത് താങ്കൾ ഒരു ന്യായാധിപൻ എന്ന നിലയിൽ തന്റെ കർത്തവ്യങ്ങൾ ഒന്നും തന്നെ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആപ്കാ കോയി ഫേസ്ല ഹം നഹി മാനേംഗെ, താങ്കളുടെ ഒരു തീരുമാനങ്ങളും ഞങ്ങൾ ഇനി അനുസരിക്കുകയില്ല എന്ന് ന്യായാധിപനോട് പറയുന്നുണ്ട്. ന്യായാധീഷ് തും സബ്കി ബാത്തും ന്യായ സംഗതേ, ശരിയാണ്, നിങ്ങൾ പറയുന്നതെല്ലാം തന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. മഹാരാജ് കോ ബുൽവായ ബേജ്നെ കി അബ് ജറൂരത് നഹി. എന്തായാലും മഹാരാജാവിനെ ഇവിടെ വിളിപ്പിക്കേണ്ടതായ കാര്യമില്ല. വേ ഖുദ് ഹി ഇധർ ആ രഹേ ഹെ, അദ്ദേഹം സ്വയം ഇവിടെ വരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. രാജാക്ക പ്രവേശ്, രാജാവ് അതാ അവിടെ പ്രവേശിക്കുകയാണ്. രാജ യഹാം
ഭീഡ് ക്യൂം ലഗി ഹെ. അപ്പൊ രാജാവ് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താണ് ഇത്ര തിരക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. തും ലോഗോं को क्या चाहिए, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നും ചോദിക്കുന്നുണ്ട്. ജനത ഹമേം ന്യായ് ചാഹിയെ മഹാരാജ്, ഞങ്ങൾക്ക് ന്യായമാണ് വേണ്ടത് മഹാരാജൻ എന്നവർ പറയുന്നുണ്ട്. രാജ ഇസ്കേ ലിയെ അദാലത് ഹെ, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കോടതി ഉള്ളത്. വഹാം ജാനെ പർ ന്യായ് കെ ലിയെ സോച്ന നഹി പടേഗ, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ന്യായത്തെ കുറിച്ച് ആലോചിക്കേണ്ടതായി പോലും വരികയില്ല, അവിടെ നിന്ന് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജനത മാനനീയ न्यायाधीश से जानने न आए हैं कि हेम के विरुद्ध महाराज की लड़ाई क्या उचित है. അപ്പോ അവര് പറയുന്നുണ്ട്, ബഹുമാന്യനായ ന്യായാധിപനിൽ നിന്നും ഞങ്ങൾക്ക് അറിയാനിടയായത് ഹേമിന് എതിരായിട്ടുള്ള മഹാരാജന്റെ യുദ്ധം ഉചിതമാണോ അല്ലയോ എന്നാണ് അവർക്ക് ജനങ്ങൾക്ക് ഇതാണ് അറിയേണ്ട കാര്യം. രാജ ഉചിത് രാജാ കബി അന്യായ് നഹി കർ സക്തെ. അപ്പൊ രാജാവ് പറയാണ് ഉചിതമാണ്, രാജാവ് ഒരിക്കലും അന്യായമായ ഒരു കാര്യവും ചെയ്യുകയില്ല. അപ്പൊ ജനതകൾ വീണ്ടും ഇവിടെ പറയുന്നുണ്ട്, രാജാ ജബ് അന്യായ കർത്തേ ഹെ ഫിർ വേ രാജാ നഹി രഹത്തെ. അതായത് ജനതകൾ പറയുന്ന കാര്യം ഇതാണ്, രാജാവ് അന്യായം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പിന്നീട് ഒരിക്കലും രാജാവായി വാഴുകയില്ല. तुम लोग कड़ी बातें कर रही हो, इसका परिणाम सोच लो. അപ്പൊ രാജാവ് ഇവിടെ കർക്കശ്യമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്, ഇതിന്റെ അനന്തരഫലം എന്തെന്ന് നിങ്ങൾക്ക് അറിയുമോ? ജനത രാജാ കബി അന്യായ് നഹി കർത്തെ, ഇസ് ബാത് കാ മത്ലബ് ആപ് ബി സോച്ച് ലീജിയെ. അപ്പോൾ ഇവിടെ ജനതകളും പറയുന്നുണ്ട്, രാജാവ് ഒരിക്കലും അന്യായമായ കാര്യങ്ങൾ ചെയ്യുകയില്ല, അതിന്റെ അർത്ഥം താങ്കളും മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. മഹാരാജ് ഹം സവിനയ ജനത ജാനന ചാഹത്തെ ഹെ കി ഹേം കാ അപരാധ് ക്യാ ഹെ. മഹാരാജൻ, ഞങ്ങൾ സവിനയം അറിയാൻ ആഗ്രഹിക്കുന്നു, ഹേം ഇവിടെ ചെയ്ത അപരാധം എന്ത്, അവന്റെ കുറ്റം എന്തെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ജനതകൾ പറയുന്നുണ്ട്. അപ്പോൾ രാജ ഇസ്കാ तो मैं ठीक से बात नहीं बता नहीं सकता, ഇതെനിക്ക് ശരിയായി പറയാൻ കഴിയുകയില്ല. जहां तक मुझे याद है कि एक दिन राजमहल का हाथी जब घूमने निकला था, ठीक उसी वक्त हेम ने उसके सामने दुख दिया था. അതായത് ഇവിടെ രാജാവ് പറയുന്ന കാര്യം ഹേമിന് എതിരായിട്ടുള്ള കുറ്റം ഇതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു ദിവസം രാജകൊട്ടാരത്തിലെ ആന കറങ്ങാനായി ഇറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഈ ആനയുടെ മുന്നിലേക്ക് ഹേമ തുപ്പിയിടുകയാണ് ചെയ്തത്. അതാണ് കുറ്റം എന്നാണ് ഇവിടെ പറയുന്നത്. ഇസെ സബീനെ ദേഖാത്ത, ഇത് എല്ലാവരും കണ്ടതുമാണ്. ജനത രാജാ കെ കാനൂൻ മേം അഗർ ദണ്ഡ് ദേന ലായക് ഹേ തോ അദാലത് മേം ഹേം പർ മുക്കദ്മ ക്യോം നഹി ചലായ ജായേ. അപ്പോൾ ജനതകൾ ചോദിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല്, രാജാവിന്റെ നിയമത്തിന് അനുസരിച്ച് ഹേമിന് ദണ്ഡന, അതായത് ശിക്ഷ കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദാലത്തിൽ അല്ലെങ്കിൽ കോർട്ടിൽ കേസ് നടത്തിയില്ല എന്നതാണ് ചോദ്യം. യാനിക്ക് ലഡായിക്ക് ആനന്ദ് ഓർ, അപ്പൊ രാജാവ് പറയുന്നുണ്ട്, യാനിക്ക് ലഡായിക്ക് ആനന്ദ് ഓർ ഉല്ലാസ് സെ തും ലോഗ് മുझे अलग करना चाहते हैं. അതായത് അപ്പോ രാജാവ് പെട്ടെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് യുദ്ധത്തിന്റെ ആനന്ദവും ഉല്ലാസവും എന്നിൽ നിന്നും മാറ്റണം, അതാണിപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്ന് രാജാവ് പറയുന്നുണ്ട്. ജനത ഇസ്ലിയേക്ക് ലഡായി അന്യായി, അതായത് ജനത അപ്പോൾ അതിന് ഉത്തരം പറയുന്നുണ്ട്, യുദ്ധം അല്ലെങ്കിൽ പോരാട്ടം എന്നത് തികച്ചും അന്യായമായ കാര്യമാണ് എന്ന് ജനതകൾ പറയുന്നുണ്ട്. രാജ ലേക്കിൻ ഹമേ മിസ്കി ബേഹദ് സരൂരത്തെ, പക്ഷേ ഞങ്ങൾക്കിത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് രാജാവും പറയുന്നുണ്ട്. ജനത സരൂരത് ഹെ, അത്യാവശ്യമോ? രാജ ഖാലി ബേട്ടെ ബേട്ടെ ഹമാരെ സൈനിക് ലഡ്ന ബോൾ ജാ രഹേ ഹെ. അപ്പോ രാജാവ് അതിന് ഉത്തരം പറയുന്നത്, വെറുതെ ഇരുന്നിരുന്ന് നമ്മളുടെ സൈനികരെല്ലാം തന്നെ യുദ്ധം ചെയ്യാൻ മറന്നുപോയിരിക്കുന്നു, അല്ലെങ്കിൽ പോരാട്ടം എന്തെന്ന് തന്നെ മറന്നുപോയിരിക്കുന്നു. ജനത
तब तो हम लोग ഹേം കെ തരഫ് ഹെ, എങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഹേമിന്റെ ഭാഗത്തെ നിൽക്കുകയുള്ളൂ. ചലോ ഭായ് ചൽക്കർ ഹേം കെ ഹാത്ത് മസ്ബൂത് കരെ, വരൂ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹേമിനെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ജനതകൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. സബ് ജാത്തെ ഹെ, എല്ലാവരും സ്റ്റേജിൽ നിന്നും പോകുന്നു. അപ്പോൾ ഇതാണ് ഈ പാർട്ട് തേർഡ് പാർട്ടിന്റെ പകുതിയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ട്, ഒരു പാർട്ടും കൂടി ഈ വീഡിയോയ്ക്കുണ്ട്. അപ്പൊ അതെല്ലാവരും കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു.